നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. മകയിരം നാളിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം പൊതുവെ അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. പല രീതിയിൽ പുരോഗതി ലഭിക്കും. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ആവക ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ പരാജയങ്ങളോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവട രംഗം വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. പ്രവർത്തന മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കാനായിട്ട് തുടക്കം കുറിക്കാൻ ഈ മാസം നിങ്ങൾക്ക് പറ്റും. തികച്ചും നൂതനമായ സംരംഭങ്ങളിലേക്ക് ഇറങ്ങാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തമായി വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ കർക്കിടകത്തിൽ വളരെയധികം പുരോഗതി കിട്ടും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഇതിനു മുൻപ് കൈവരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നല്ല പുരോഗതി നേടിയെടുക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ അവസരം വന്നു ചേരുകയും ചെയ്യും. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടും. പുതിയ ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അതിവേഗം അത് പൂർത്തിയാക്കാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാനുള്ള സന്ദർഭവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർക്കിടക വാവുബലി തർപ്പണം ഈ മാസം വളരെ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. കർക്കിടക മാസത്തിൽ അതിവിശിഷ്ടമായ സത്യനാരായണ പൂജ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുന്നതായാൽ എല്ലാവിധ പിതൃ അനുഗ്രഹാശസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെതായ പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്.